രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിക്കുന്ന ഒരു പതിവില്ലാത്തതാണ്. പക്ഷെ ഇന്ന് ബേക്കറി കടി പോകുന്ന സൗണ്ട് കേട്ടപ്പോൾ മനസ്സങ്ങ് അനുവദിച്ചില്ല. പോയിട്ട് ഒരു 4 സമൂസയും പിന്നെ ഒരു 2 ഡോണറ്റും ഒരു പാക്ക് ബ്രെഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമൂസ നമുക്ക് എല്ലാവർക്കും വാങ്ങി, ഡോണറ്റ് പിള്ളേർക്ക് മാത്രം വാങ്ങി. പക്ഷെ പിള്ളേരെന്തോ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ കെച്ചപ്പും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കെച്ചപ്പും ചേർത്തിട്ട് ഞാനൊരു സമൂസ അങ്ങ് കഴിച്ചു. നല്ല ചൂട് ആവി പറക്കും സമൂസയായിരുന്നു. ഡോണറ്റും അടിപൊളി ഡോണറ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വെച്ചതാണ്. ഞാൻ കഴിക്കാറില്ല ഡോണറ്റ്, എനിക്കിഷ്ടമല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ച് നല്ല ചൂട് തുടങ്ങി. അപ്പോൾ പിന്നെ കുറച്ച് മൊജിറ്റോ പോലെ എന്തെങ്കിലും ഒരു നാരങ്ങ കലക്കിയിട്ടുള്ള സംഭവം അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് കസ്കസ് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കുതിർക്കാൻ. അപ്പോൾ ഈ കസ്കസ് കഴിക്കുന്നത് വെച്ചാൽ നമ്മുടെ ക്ഷീണത്തിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ക്ഷീണമൊക്കെ വരുമ്പോൾ ഉന്മേഷത്തിന് ഈ ഒരു കസ്കസ് വെള്ളത്തിലിട്ടിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം കസ്കസ് ഇട്ട് പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ഗാർഡനിൽ പുതിന. അങ്ങനെ പുതിന കൈ കൊണ്ടൊന്ന് ഞെരടി പിഴിഞ്ഞിട്ട് അതിലോട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ ഇട്ട് അങ്ങ് ഇളക്കി കുടിച്ചാലുണ്ടല്ലോ പിന്നെ എല്ലാ ക്ഷീണവും അങ്ങ് പോവും. കുറച്ച് ഒരു പറങ്കിയും അതുപോലെ ഒരു ചെറിയൊരു ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറൊരു ലെവലോട്ട് മാറുകയെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് കഴിക്കാമെന്ന്. അതിനൊരു അലങ്കാരത്തിനായിട്ട് ഇന്നലെ കൊണ്ടുവന്ന ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം അങ്ങ് വെച്ചപ്പോൾ സംഭവം പൊളിയായിട്ട് കിട്ടി. ആ പൈനാപ്പിളും കൂടി ചേർത്ത് ഇത് കഴിക്കുമ്പോഴൊരു ടേസ്റ്റ്